ഭാസ്കർ, ഇവിടെ രാവിലെ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് പരിഗണിക്കുമ്പോൾ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നത് കസ്റ്റഡിയിൽ വേണമെന്നാണ്. ഈ രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ വാങ്ങുക, ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുക്കുക, സെക്രട്ടറിയേറ്റിലൊക്കെ കൊണ്ട് തെളിവെടുക്കുക. അങ്ങനെ നമ്മൾ ഇക്കാലം അത്രയും കണ്ട ഈ പറയുന്ന രാഷ്ട്രീയ സമരങ്ങളിൽ, സെക്രട്ടറിയേറ്റ് അടക്കമുള്ള സമരങ്ങളിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പോലീസ് മറ്റ് കേസുകൾ പോലെ, മറ്റ് കവർച്ചാ കേസുകളെ പോലെയോ അല്ലെങ്കിൽ ബലാത്സംഗ കേസിലെ പോലെയോ കൊണ്ടുപോയി തെളിവെടുക്കുന്നതൊക്കെ നമ്മൾ കേരളത്തിൽ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടോ? ശ്രീ ബി എൻ ഭാസ്കർ, അവിടെ ജാമ്യാപേക്ഷ പറയുന്നത് തൊട്ട് മുൻപ് അല്ലെങ്കിൽ തൊട്ട് തലേനാൾ 3 കേസ് കൂടി വീണ്ടും എടുക്കുകയാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഷ്ട്രീയ വേട്ടയാണ് എന്ന് പറയുന്നത് സാധൂകരിക്കുന്നതല്ലേ ഈ കാഴ്ചകളൊക്കെയും ശ്രീ ബി എൻ ഭാസ്കർ? ഹാഷ്മി, 2 പ്രശ്നമാണുള്ളത്. ഒന്ന്, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എന്ത് പ്രിവിലേജാണ് ഉള്ളത്? ഒന്നാമതായിട്ടുള്ള പ്രശ്നം അവിടെയാണ്. മറ്റ് 18 പ്രതികൾ ഓൾറെഡി ഈ കേസിൽ റിമാൻഡിലായിരുന്നു. ഇനി 3 പ്രതികൾ കൂടിയുണ്ട്. അവർക്ക് പ്രിവിലേജ് ഉണ്ട്, നിയമസഭയുടെ പ്രിവിലേജ് ഉണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പ്രിവിലേജ് ഇല്ല ഇക്കാര്യത്തിൽ. സ്വാഭാവികമായി പോലീസ് അറസ്റ്റ് ചെയ്തതിന്റെ രീതിയെ സംബന്ധിച്ച് വലിയ തർക്കമുണ്ടായി. ആദ്യമായിട്ടാണോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ വീട്ടിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? 333 IPC, അതായത് ഒരു പബ്ലിക് സർവന്റിന്റെ തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നതിനു വേണ്ടി കൈത്തണ്ട തല്ലിയുടച്ചതാണ്. 10 കൊല്ലം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായി പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടതിന് മറ്റു വകുപ്പുകളുമുണ്ട്. ആ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്തതിനു ശേഷം പോലീസ് ആ കേസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ കോടതി മുമ്പാകെ കൊടുക്കുന്നു. അതിനുശേഷം മറ്റു 3 കേസുകൾ, അതൊരു സ്വാഭാവിക നടപടിയായി. എനിക്കും BRM ഷഫീറിനും ഒക്കെ അത് നല്ലതുപോലെ അറിയാം. ഈ പറയുന്ന കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താവുന്നതേ ഉള്ളൂ. അത് ബി എൻ ഭാസ്കർ, ഈ ദിവസം അറസ്റ്റ് ചെയ്യുന്ന ദിവസങ്ങൾ തന്നെ ആ ദിവസം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താവുന്നേ ഉള്ളൂ. ഈ കേസിലും അല്ലേ? നേരത്തെ ഉള്ള കേസാണ്, അങ്ങനെ അറസ്റ്റ് ചെയ്യാം. ഇത് ജാമ്യത്തിന്റെ തൊട്ട് തലേന്നാൾ എന്തിനാണ് ആ കേസ് എടുക്കുന്നത്? ഇത് മിസ്ലോഫുൾ ആളാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ രാഹുൽ പുറത്തേക്ക് ഇറങ്ങരുത് എന്നതല്ലേ ആ യുക്തി? ഭാസ്കർ, അങ്ങനല്ല. പിന്നെ എന്തിനാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത്? ഒരു കേസിൽ 4 കേസിൽ പ്രതിയായിട്ടുള്ള അല്ല അശ്മി, അത് നിയമപരമായി അങ്ങേക്കുള്ള പരിജ്ഞാനക്കുറവുകൊണ്ട് പറയുകയാണ്. 4 കേസുകൾ പ്രതിയായിട്ടുള്ള വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു കേസിൽ മാത്രമായിരിക്കും. അതിന്റെ റിമാൻഡ് റിപ്പോർട്ടിന് ശേഷം വീണ്ടും മറ്റു കേസുകളിലേക്ക് റിപ്പോർട്ട് കൊടുത്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമം മാത്രമാണ്. അങ്ങനെയാണ് രാഹുലിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 4 കേസിലും ഒരുമിച്ച് അറസ്റ്റ് ചെയ്ത് ഏതോ പ്രിവിലേജ് ഉണ്ട് എന്ന അർത്ഥത്തിൽ പറഞ്ഞു വെക്കാൻ നിതിൻ പുല്ലനെ അങ്ങനെ പറയല്ലേ, അങ്ങനെ അരാഷ്ട്രീയമായി സംസാരിക്കല്ലേ, അങ്ങനെ അരാഷ്ട്രീയമായി നിയമത്തിന്റെ കണ്ണിൽ കൂടെ മാത്രം സംസാരിക്കല്ലേ. രാഷ്ട്രീയ കേസ് ഒരു കേസുണ്ട്. രാഷ്ട്രീയ കേസിൽ അകത്തു പോയവരാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, VS അച്യുതാനന്ദൻ അടക്കം രാഷ്ട്രീയ കേസുകൾ പോയവർ. അതല്ലാതെ കവർച്ചാ കേസിൽ പോയവരല്ല CPM. രാഷ്ട്രീയ കേസാണ്, അരാഷ്ട്രീയമായി സംസാരിക്കില്ല. അങ്ങനെ വക്കീലാണ് ശരിയാണെങ്കിൽ കൂടിയും. ശ്രീ ഭാസ്കർ, ഇവിടെ നിയമത്തിന്റെ ആ പ്രിവിലേജ് ഉള്ളവരുണ്ട്. നേരത്തെ BRM ഷഫീർ പറഞ്ഞ് നിതിൻ പുല്ലനെ ഇറക്കിക്കൊണ്ടുപോയ ഏരിയ സെക്രട്ടറി ഇപ്പോഴും അദ്ദേഹം അറസ്റ്റിലായിട്ടില്ല. ഇന്ന് മകളുടെ വിവാഹം കഴിഞ്ഞ് സുരേഷ് ഗോപി, നവദമ്പതികൾക്ക് എല്ലാ ആശംസകളും അറിയിക്കുകയാണ് കൂട്ടത്തിൽ. ശ്രീ ബി എൻ ഭാസ്കർ, സുരേഷ് ഗോപിക്കെതിരെ മാധ്യമപ്രവർത്തകരുടെ ഒരു പരാതി അങ്ങനെ ഓർമ്മയുണ്ട്. ആദ്യം 354A വകുപ്പ് എന്നോ നിസ്സാര വകുപ്പ് മൊഴിയെടുത്ത് വിട്ടു. പിന്നീട് ഒരു മാരക വകുപ്പ് കൂടി ചുമത്തിയത് പോലീസാണ്. 354 എന്ന് പറഞ്ഞാൽ മാനഭംഗപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടെ സ്പർശിച്ചു എന്ന വകുപ്പ്. 180 പേരുള്ള കുറ്റപത്രമുണ്ട്, മാധ്യമപ്രവർത്തകരുടെ രഹസ്യമൊഴിയുണ്ട്. മുൻകൂർ ജാമ്യത്തിൽ സുരേഷ് ഗോപി കോടതിയെ സമീപിക്കുമ്പോൾ മാരക വകുപ്പ് ചുമത്തി അതേ പോലീസ്, അതേ സർക്കാർ, അഭിഭാഷകൻ പറയുന്നു നിലവിൽ അറസ്റ്റിനുള്ള സാഹചര്യമില്ല. തുടർന്ന് മുൻകൂർ ജാമ്യം. അപ്പൊ പോലീസിന് ഉദാരമനസ്കരാവാൻ ചില ഘട്ടങ്ങളിൽ അറിയാം ഭാസ്കർ, അല്ല സർക്കാരിന് അറിയാം. സുരേഷ് ഗോപിയെ ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സുരേഷ് ഗോപി അക്കാര്യത്തിൽ മൊഴിയെടുത്തിരുന്നു. അദ്ദേഹത്തിന് 41A നോട്ടീസ് കൊടുത്ത് മൊഴിയെടുത്തിരുന്നു. ഇതിൽ 41A നോട്ടീസ് അല്ല, മൊഴിയെടുത്തു സാർ. മൊഴിയെടുത്തതിന് ശേഷം വിട്ടയച്ചു. അതിനുശേഷമാണ് തുടരന്വേഷണത്തിൽ ഒരു പുതിയ വകുപ്പ് കൂടി ചുമത്തി. അതാണ് ഞാൻ പറഞ്ഞ 354 വകുപ്പ് കൂടി ചുമത്തി. അപ്പോഴാണ് സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി കോടതിയിലേക്ക് പോയി. ഈ കൊടിയ വകുപ്പ് ചുമത്തി അതേ പോലീസ് തന്നെ ഇപ്പൊ തൽക്കാലം അറസ്റ്റില്ല കേട്ടോ, അതുകൊണ്ട് മുൻകൂർ ജാമ്യം കൊടുക്കാം, ഒരു കുഴപ്പമില്ല എന്ന് സർക്കാർ വാദിക്കുകയാണ് കോടതിയിൽ. ഇതാണ് ഇരട്ട നീതി. ഇപ്പൊ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ രാഷ്ട്രീയ കേസിൽ അറസ്റ്റ് ചെയ്യുന്ന ആളുടെ കസ്റ്റഡിക്ക് വേണ്ടി അയാൾ ക്രിമിനൽ ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തും ചെയ്യും. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ അതിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപിയെ പിടിച്ചറസ്റ്റ് ചെയ്ത് അകത്തിടണം, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കരുത് എന്ന ക്രൂരബുദ്ധിയല്ല ഞാൻ പറയുന്നത്. സർക്കാരിന് ഇരട്ട നീതിയെക്കുറിച്ച് ഞാൻ പറയുകയാണ്. അങ്ങനെയല്ല, 41A നോട്ടീസ് കൊടുത്ത് സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇന്ററോഗേഷന് വിധേയനായി കഴിഞ്ഞിരുന്നു അന്ന് സുരേഷ് ഗോപി.
സ്വാഭാവികമായി തുടരെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്ന് ഗവൺമെന്റ് പ്ലീഡർ ഒരുപക്ഷെ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടം അതിനുശേഷമാണ് ഈ മാരക വകുപ്പ് ജാമ്യമില്ലാത്ത മാരക വകുപ്പ് ചോദ്യം അതാണ് എന്റെ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മാരക വകുപ്പ് ചുമത്തുന്നത്? ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല, അറസ്റ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, അറസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ എന്തിനാണ് മാരക വകുപ്പ് ചുമത്തുന്നത്? രണ്ട് കുറ്റപത്രത്തിന്റെ ഘട്ടം കൂടെ എത്തിക്കഴിഞ്ഞെന്നേ. കുറ്റപത്രം ലഭിച്ചു കഴിഞ്ഞാൽ ജാമ്യത്തിന് ഏതൊരു പ്രതിക്കും അവകാശമുണ്ട്. അങ്ങനെ തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പൊ ഉദാഹരണത്തിന് ജാമ്യത്തിന്റെ സുപ്രീം കോടതിയുടെ നിർദ്ദേശം എന്താ? ആ പ്രതി ആ കേസിൽ തുടർന്ന് സഹകരിക്കുമെന്ന് മജിസ്ട്രേറ്റിനോ ജഡ്ജിക്കോ ഉറപ്പുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. 2 സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കുക. ആ പ്രതി സാക്ഷികളെ സ്വാധീനിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കാം. 3 ആ കേസിന്റെ അന്വേഷണം പൂർത്തീകരിച്ചു. സർക്കാരും പോലീസും വ്യാഖ്യാനിക്കുന്ന മട്ടിലാണ്. സർക്കാരും പോലീസും ഒരു പ്രതി പുറത്തിറങ്ങി സ്വാധീനിക്കില്ല എന്നൊരു രാഷ്ട്രീയ തീരുമാനമെടുത്താൽ സ്വാധീനിക്കില്ല. കോടതിയിൽ അങ്ങനെയാണ്. അതല്ല, ഇയാൾ മഹാപരാധിയാണ്, ഇയാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രതികളെ സാക്ഷികളെ മൊത്തം കൊന്നുകളയും എന്നാണ് സർക്കാരും പോലീസും കരുതുന്നതെങ്കിൽ കോടതിയിലും അതേ വരൂ, അല്ലേ? അതാണ് പറയുന്നത് ഇരട്ട നീതി. PDPP ആക്ടിലും പൊതുമുതൽ നശിപ്പിച്ചിട്ടുള്ളതും പോലീസിന്റെ കൈത്തണ്ട തല്ലിയൊടിച്ചതിലും അതിലെ സാക്ഷികൾ എന്ന് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരാ. അവരെ അങ്ങനെ സ്വാധീനിക്കത്തിന് വിധേയമാക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കോടതിക്കുണ്ട്. അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അതൊരു സ്വാഭാവിക പ്രക്രിയ. മാത്രമല്ല, ആ കേസിലെ മറ്റു പ്രതികൾക്ക് ആകമാനം ജാമ്യം ലഭിച്ചിരിക്കുന്നു. കോ അക്യൂസിന് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിനുള്ള അർഹതയുണ്ട്. അതുകൊണ്ടാണ് ജാമ്യം കൊടുത്തത്. അപ്പൊ അതൊരു വലിയ സംഭവമായി കണ്ട. മാത്രമല്ല, നിങ്ങൾ എന്താ കരുതുന്നേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വ്യാജരേഖകൾ ചമച്ച് ഒരു വ്യാജ പ്രസിഡന്റ് ആണെന്ന് ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരല്ലേ പറഞ്ഞത്. വ്യാജ നിർമ്മിതിയിലൂടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു അതാ എനിക്കറിയാൻ വയ്യ. ഈ എന്താണ് സെക്രട്ടറിയിലേക്ക് ഒരു മാർച്ച് നടത്തിയ കേരളപ്പിറവിയുടെ ചരിത്രത്തിലെ ഇതപര്യന്തം ചരിത്രത്തിലെ ആദ്യ കേസാണ് എന്ന ഭീകരവൽക്കരിച്ച് ആ കേസിലാണ് അറസ്റ്റ് ചെയ്യേണ്ടത്. അതിനേക്കാൾ ഗുരുതരമായ കേസ് അതല്ലേ? കേസെടുത്ത് എത്ര നാളായി? ഇന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യാപേക്ഷ വരുന്നത്? ആ ദിവസം അത് ക്രൈംബ്രാഞ്ചിന് വിടുന്നു. എന്തെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും നടപടി ആ കേസിലുണ്ടായോ? രാഹുലിലേക്ക് എത്താവുന്ന എന്തെങ്കിലും ഉണ്ടെന്ന് പോലീസ് ഇതുവരെ പറഞ്ഞ കേസിൽ എന്തെങ്കിലും ഉണ്ട്? 5 പ്രതികളെ അറസ്റ്റ് ചെയ്തു, ഇഷ്ടംപോലെ ജാമ്യം എടുത്തു പോയി. നോക്കണം, ഒരു മാരക കുറ്റമാണ്, വ്യാജരേഖ ചമച്ചു എന്നുള്ള മാരക കുറ്റമാണ്. ആ പ്രതികൾക്ക് മൊത്തം ജാമ്യം കിട്ടി കോടതിയിൽ നിന്ന്. അങ്ങ് വക്കീലല്ലേ? അത് മാത്രമല്ല, ആ കേസിൽ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ട്രൽ ഓഫീസർ നൽകേണ്ട രേഖകൾ നൽകിയിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ സ്വാഭാവികമായി അതിന്റെ അന്വേഷണത്തിന്റെ കാലതാമസം ഉണ്ടാവും. ആ കാലതാമസത്തിൽ മാത്രമാണ് ആ കേസ് വൈകുന്നത് എന്ന് മാത്രം അങ്ങ് ഇപ്പൊ മനസ്സിലാക്കുക. അല്ലാതെ ഇതിൽ ഒരു രാഷ്ട്രീയ പകപോക്കലിന്റെയും സാഹചര്യം സൃഷ്ടിക്കുന്നില്ല. മാത്രമല്ല, അങ്ങ് എന്താ കരുതുന്നത്? ഇരട്ട നീതിയെ സംബന്ധിച്ച് പറയുന്നത് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. അവരെ ഷാജഹാൻ എന്നൊരാളുണ്ട്, കടുത്ത ഇടതുവിരോധിയും പിണറായി വിരോധിയുമാണ്. അദ്ദേഹം ഒരു വീഡിയോ അടുത്തിടെ എനിക്കെതിരെയും ചെയ്തു. കടുത്ത ഭാഷകൾ, അങ്ങനെ വിയോജിപ്പുകൾ, സീമകളില്ലാത്ത വാക്കുകൾ പറയുന്ന ആളാണ്. ഏതോ സമരത്തിൽ നോക്കി നിന്നു എന്ന് പറഞ്ഞിട്ട് പിടിച്ചകത്തിട്ടായിരുന്നു KM ഷാജഹാനെ. അതിൽ ചാർജ് ഷീറ്റെങ്കിലും ആയോ എന്നറിയോ ശ്രീ BN ഭാസ്കർ? അല്ല, അങ്ങനെയല്ല. അതിന് എല്ലാ കേസുകൾക്കും ഉടൻ തന്നെ 90 ദിവസമെന്നോ 60 ദിവസത്തിനോ ചാർജ് ഷീറ്റ് കൊടുക്കണമെന്നോ ഞാൻ കരുതുന്നില്ല. ഘട്ടങ്ങളിലൂടെ കഴിയുള്ളൂ. അങ്ങനല്ല. അല്ല, വർഷം എത്രയാ? അല്ല, 10 കൊല്ലമായി ചാർജ് ഷീറ്റ് കൊടുക്കാത്ത കേസുകൾ കേരളത്തിന്റെ പോലീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അത് അന്വേഷണത്തിന്റെ ഭാഗമായി നടക്കുന്ന പ്രക്രിയ മാത്രമാണ്. അങ്ങനെ ആ പ്രക്രിയയിലൂടെ മാത്രമാണ് പോകുന്നത്. അല്ലാതെ ഇതിൽ ഒരു തരത്തിൽ മാത്രമല്ല. നിങ്ങൾ എന്താ കരുതുന്നത്? കേരളത്തിൽ ആദ്യമായി ഒരു വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ശ്രീ രാഹുൽ മാങ്കൂട്ടം എന്ന അർത്ഥത്തിലാണ് നിങ്ങൾ ഇതിനെ ചർച്ചയിലേക്കും അത്തരത്തിലൊരു ഗ്ലോറിഫിക്കേഷനിലേക്കും പോകുന്നത്. നമുക്കറിയാം, ഒരു സമരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്താണ് എറണാകുളത്ത് തെരുവിൽ വെച്ചിട്ട് P രാജീവിനെ പ്രസംഗിച്ചു എന്ന കുറ്റത്തിന്റെ പേരിലാണ് പോലീസ് പഞ്ഞിക്കിട്ടത്. അതുപോലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കടന്ന ഇന്നത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ കൈത്തണ്ട ആ സമരപന്തലിൽ കയറി പോലീസ് തല്ലി ഒടിച്ചത് ആ അന്നത്തെ പോലീസാണ്. ആ ഭരണ സംവിധാനത്തിൽ നിന്ന് തല്ലുകൊള്ളുകയും ജീവിതത്തിൽ ആദ്യമായി ജയിലിലേക്കും പോകുന്നത് കൊണ്ടാണ് ഈ നിലവിളി.